മനുഷ്യന്റെ സൃഷ്ടിപ്പ് രണ്ട് വിധങ്ങളിലായിട്ടാണ് അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്. ഇണകളായ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് സംവിധാനിച്ചും ഭിന്നങ്ങളായ വ്യത്യസ്തമായ ശരീരഘടനയും സ്വഭാവ രീതികളും നൽകി. ഈ രണ്ട് സൃഷ്ടിപ്പിൻ്റെ തലങ്ങളെയും അതാതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് രണ്ട് വിഭാഗത്തിനും അവരുടേതായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിലെ ചുമതലകളും പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു സാമൂഹിക ക്രമത്തിൽ സംഭവിക്കാവുന്ന ഒന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കാൾ മികച്ചു നിൽക്കും എന്നുള്ളതാണ്. സൃഷ്ടിപരവും ശാരീരികവുമായ ആ സവിശേഷതകൾ കൊണ്ട് കുടുംബത്തിന്റെ ഭരണം പുരുഷനെ ഏൽപ്പിച്ചുവെങ്കിലും സ്ത്രീയുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖല സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അടിച്ചൊതുക്കുന്ന, അവരെ പർദ്ദയുടെ തടവറക്കുള്ളിൽ തളച്ചിടുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഗോത്ര നാഗരികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവർ ഈ ആരോപണങ്ങൾ മുൻനിർത്തി പലപ്പോഴും ലഭ്യമാകുന്ന അവസരങ്ങളെ ഈ ആരോപണങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് പോരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മലീമസമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള സിനിമാ മേഖല. നമുക്കറിയാം, മനുഷ്യർ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന കുടുംബ ബന്ധത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ശ്രമിച്ചു പോകുന്നത് ഈ മേഖലയാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം ഈ അടുത്ത കാലത്ത് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന LGBTQ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടുന്നതിനുള്ള അവസരങ്ങൾ നൽകിയത്, കുടുംബം എന്നൊരു വ്യവസ്ഥ തന്നെ വേണ്ടതില്ല. ഒരു മലയാളത്തിലൊരു സംവിധായകൻ തുറന്നു പറഞ്ഞത്, ഒരു 10 വിവാഹമോചനങ്ങൾ നടന്നാൽ എൻ്റെ സിനിമ വിജയിച്ചു എന്നാണ്. അത്രയേറെ മനുഷ്യൻ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇസ്ലാമിന് നേർക്ക് എന്നും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും രൂക്ഷമായ വൃത്തികെട്ട അഴുക്കുചാലുകളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധത്തെക്കാൾ മോശമാണ് ഇപ്പൊ ആ മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ആ പദം സമീപകാലത്ത് രൂപപ്പെട്ടതാണ്. അബ്യൂസിംഗ് വൺസ് പവർ ടു ഒബ്റ്റെയിൻ സെക്ഷൽ പാർട്ട്ണർ, തന്റെ അധികാരം മറ്റൊരാളിൽ നിന്ന് ലൈംഗികാസ്വാദനം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ഡിക്ഷണറികളിൽ ഈ വാക്കിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അഥവാ താൻ പറയുന്ന പണിയെടുത്താൽ, ആ പണി താൻ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ നിനക്ക് ഞാൻ റോള് തരുള്ളൂ, നിനക്ക് ജോലി തരുള്ളൂ എന്നതിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടൊരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരു സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കുന്ന, സ്ത്രീത്വത്തെ ചവിട്ടുമെതിക്കുന്ന വേറൊരു സങ്കല്പം ലോകത്തിന്റെ മുമ്പ് ഉണ്ടായിത്തീർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കുകയും ആരോപണം ഉന്നയിക്കുകയും പിന്തിരിപ്പനാണ് ഇസ്ലാമിന്റെ സ്ത്രീ സമീപനങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഈ ലൈംഗിക വൈകൃതത്തിൽ അവർ നിർവഹിച്ച പങ്ക്, കള്ളക്കടത്ത് സമൂഹത്തിൽ വ്യാപകമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക്, അവിഹിത ബന്ധങ്ങൾ സമൂഹത്തിൽ വളർത്തുന്നതിൽ അവർ വഹിച്ച പങ്ക്, എത്രയെത്ര പ്രമാദമായ കൊലക്കേസുകളുടെ പ്രതികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിനിമയാണ് എനിക്ക് ഈ കൊലക്കേസ് നടത്താൻ, ഈ കവർച്ച നടത്താൻ പ്രേരകമായിട്ടുള്ളത്. മോഷണവും കൊലപാതകവും തട്ടിപ്പും തുടങ്ങി സമൂഹത്തിലെ പ്രമാദമായ
പല കേസുകളിലും പ്രതികൾക്ക് പ്രേരണയായി തീർന്നത് അവർ കണ്ടിട്ടുള്ള സിനിമകളാണ്. ചുരുക്കത്തിൽ സമൂഹത്തിന്റെ ധാർമ്മികതയെ തകർക്കുക എന്നതല്ലാതെ ആധുനിക കാലഘട്ടത്തിലെ ഈ കൊമേഴ്ഷ്യൽ മേഖലയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ വിമർശിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇവർ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്ന പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കും, വർഷം 1400 കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന് പഴക്കം 1400 വർഷത്തിലേറെയുണ്ട്. ആ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ കഴിഞ്ഞുപോയിട്ട് 1400-ലേറെ വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നിടത്ത്, സ്ത്രീക്ക് ഔന്നിത്യം നൽകുന്നിടത്ത് ഈ പരിശുദ്ധ ഗ്രന്ഥത്തോളും പരിശുദ്ധ പ്രവാചകനോളവും സമാനമായ ആശയം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു ഇസവുമില്ല, ഒരു പ്രത്യയശാസ്ത്രവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവം ഏതാണ്? സമ്പത്തല്ല, ബിൽഡിങ്ങുകളല്ല, ഭൂസ്വത്തല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഭവം എന്ന് റസൂലുള്ള പറഞ്ഞത് ഏതിനെ കുറിച്ചാണെന്ന് അറിയാമോ? അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുനിയാ മതാ വ ഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവം സൽവൃത്തയായൊരു സ്ത്രീയാണ്, സാലിഹത്തായ സ്ത്രീയാണ്. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് സ്ത്രീക്ക് സ്ഥാനം നൽകിയ ആദർശമാകുന്നു ഇസ്ലാം. ഈ ഇസ്ലാമിനോളം സ്ത്രീക്ക് സുരക്ഷ നൽകിയ മറ്റൊന്നിനെയും നമുക്ക് കാണുക സാധ്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഈ കാലഘട്ടത്തിൽ ഇവിടെ പ്രത്യേകമായി പരിശുദ്ധ ഇസ്ലാം ഏതൊക്കെ തലങ്ങളിലാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അന്ത്യനാൾ വരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്കുള്ള മാതൃകയായി അവതരിച്ചത് 2 വനിതകളെ. വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഒന്നാമത്തേത്, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നിട്ടും വിശ്വാസത്തിന്റെ ദൃഢതയാൽ പിടിച്ചു നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ച ഫറോവയുടെ പത്നിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ. 2, ഭർത്താവില്ലാതെ ഗർഭിണിയായി തീരുക എന്ന പടച്ചതമ്പുരാന്റെ വിധിക്ക് വിധേയമായി അപമാനിതയായി ദിനങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വന്ന് ആരോപണത്തിന്റെ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും പകച്ചു പോകാതെ അല്ലാഹുവിലുള്ള തഖ്വ മുൻനിർത്തിക്കൊണ്ട് വമർയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ, ഗുഹ്യഭാഗത്തെ അല്ലാഹു സുരക്ഷിതമായി സംരക്ഷിച്ച ആ പരിശുദ്ധയായ മറിയം റളിയല്ലാഹു തആല, ഈ 2 വനിതകളെയാണ് അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി സമർപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് 10-30 ലക്ഷം ആളുകൾ കഴിഞ്ഞ വർഷം വരേക്കും ഒരേ പ്രാർത്ഥനയിൽ, ഒരേ വസ്ത്രദാനത്തോടെ, ചുണ്ടിൽ നിന്ന് ഒരേ ദിക്റുകൾ പുറത്തു വരുന്ന വിധത്തിൽ ഒരുമിച്ചുകൂടിയ പരിശുദ്ധ ഹജ്ജ് ഇന്ന് ഓരോ ദിനവും ലക്ഷങ്ങൾ വന്നുകൊണ്ട് ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഓട്ടമുണ്ട്, ഒരു നടത്തമുണ്ട്. ഓർമ്മിക്കപ്പെടുന്നത് ഒരു വനിതയാണ്, ഹാജർ എന്ന വനിത. സൗന്ദര്യത്തിന്റെ പിൻബലം കൊണ്ടല്ല, സമ്പത്തിന്റെ പിൻബലം കൊണ്ടല്ല, മറിച്ച് ഭർത്താവിന്റെ മുമ്പിൽ അനുസരണത്തോടുകൂടി വിട്ടേച്ചു പോകുന്ന ഘട്ടത്തിലും അള്ള പറഞ്ഞിട്ടാണോ പോകുന്നത് എങ്കിൽ ഞാൻ ഇതാ സമാധാനമടയുന്നു എന്ന് പ്രതികരിച്ച ഒരു സ്ത്രീയുടെ ഭക്തി, ആ സ്ത്രീയുടെ ഏകാന്ത ജീവിതത്തിലും അവർ കാത്തു സൂക്ഷിച്ച അള്ളാഹുവിലുള്ള ഭയം. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു പോയാലും അറബികളുടെ മാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചു ദരിദ്രയായ സ്ത്രീക്ക്. വനിതയാണ് മാതൃക. സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിന്റെ ഭാഗമെന്ന് പഠിപ്പിച്ച ഒരു സന്ദേശം. യാ അയ്യുഹന്നാസ്